നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറിയുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രീമിയർ പ്രോവിൽ അതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യണം, അതേ റെസൊല്യൂഷനിൽ എങ്ങനെ അത് എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ അതുമാത്രമല്ല അധികം സൈസൊന്നും ഇല്ലാണ്ട് സൈസൊക്കെ വളരെ കുറച്ച് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പേര് അറിയാത്ത ആൾക്കാരുണ്ട്, കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അത് മാത്രമല്ല, മെയിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം മനക്കോട്ട പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കാരണം കഴിഞ്ഞ വലിയൊരു പ്രശ്നം നമുക്ക് നമ്മുടെ ചാനലിലൊക്കെ വന്നപ്പോൾ എനിക്ക് അനൗൺസ് ചെയ്യാൻ ഈ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടില്ലായിരുന്നു എനിക്ക് ഒറ്റപ്പെട്ട് പോയത് ഞാൻ. അപ്പോൾ ദയവ് ചെയ്തൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങല്ലേ നമുക്ക്, അതായിരിക്കും നല്ലതല്ലേ. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എത്ര റെസൊല്യൂഷൻ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡിഫോൾട്ട് വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നോക്കി, ഇവിടെ 1:1 1080 എന്നുള്ള പിക്സലിൽ, അതായത് നോർമൽ സ്ക്വയർ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ കുറച്ച് വൈഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഹൈറ്റ് എടുത്ത് ഇപ്പോൾ നമുക്ക് ഈ റെസൊല്യൂഷനിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ നോർമലി വൈഡൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ 1920 1080 HD സൈസ് കൊടുത്താൽ പോലെ എന്നുള്ളതാണ്. പക്ഷേ HD സൈസിൻ്റെ ആവശ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇത് ഫോണിൽ യൂസ് ചെയ്യും, ഫോണിൽ കാണേണ്ട ഒരു റെസൊല്യൂഷൻ മതി നമുക്ക്. അപ്പം അത്രത്തോളം ഹൈറ്റും വിടുത്തും കൂട്ടി സൈസും കൂട്ടി നമ്മൾ റെൻഡർ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു റെസൊല്യൂഷന് പകരം ഇത്രയും കുറച്ച് കൊടുത്താലും ക്വാളിറ്റിക്ക് വലിയ ലോസ് ഒന്നും വരില്ല. അത് പിന്നെ അത് മൂന്നാമത്തിൽ കൊടുക്കാത്തൊരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ കാര്യം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ റെസൊല്യൂഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതാണ് നോർമൽ വീഡിയോസ്. ഞാനിപ്പോൾ റീൽസിൻ്റെ കാര്യം പറയാം. ആ റീൽസിൻ്റെ കൊടുക്കുന്ന സൈസിന് പകരം നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് വീഡിയോസ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ ഞാൻ നേരെ പ്രീമിയർ പ്രോയിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ന്യൂ ഐറ്റംസിനകത്ത് സീക്വൻസ് കൊടുക്കണം. സീക്വൻസിൽ നോർമലി നമ്മൾ ഒരു HD സൈസ് ആദ്യം എടുക്കുക. കാരണം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ളൊരു സൈസ് ഡിഫോൾട്ടിനകത്ത് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ABC HD, ഞാൻ നോർമൽ കൊടുക്കാറുള്ള ABC HD 1080p. അതിനകത്ത് ഇവിടെ നോർമൽ 1080 ഇവിടെ കണ്ട, അതിൽ കണ്ട നോർമൽ 1920 1080 എന്നുള്ളൊരു സൈസ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുക്കരുത്, നമുക്ക് വേണ്ടത് ഈ സൈസ് അല്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. നേരെ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റിംഗ് മോഡ് കേട്ടോ. എഡിറ്റിംഗ് മോഡിൽ കസ്റ്റമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ടൈപ്പ് ചെയ്ത് മാനുവലായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിം സൈസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും എത്ര കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടിയിട്ടുള്ള സൈസ് എന്ന് പറയുകയാണെങ്കിൽ 640 1136 എന്നുള്ള സൈസാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ളൊരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിലിപ്പോൾ ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. സ്ക്വയർ പിക്സലൊക്കെ വണ്ണം അടക്കട്ടെ, വേറെ ഓഡിയോയ്ക്ക് ഒന്നും ചേഞ്ച് ഒന്നും വരുത്തണ്ട. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രീസെറ്റ് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് നിങ്ങൾക്ക് എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ പ്രീസെറ്റ് അതേപടി സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഇപ്പോൾ സേവ് ഒന്നും ചെയ്യണില്ല, നേരെ ഇതിൽ വരണോ. ഇതിൽ എന്ത് ചെയ്യണം, അവിടെ കറക്റ്റായിട്ട് ഇൻസ്റ്റാ റീൽ എന്നതിൽ പേര് കൊടുക്കണോ, ഓക്കെ അടിച്ചു. അപ്പോൾ നമുക്ക് കണ്ടാം ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. ഇതേ റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എക്സ്പോർട്ടും ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വീഡിയോ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് എൻ്റെ മോളിൽ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് വലിച്ചിടുകയാണ്. അപ്പോൾ നോർമലി ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ HD സൈസുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും അങ്ങനത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങനത്തെ റെസൊല്യൂഷനിലേക്ക് വലിച്ചിടുമ്പോൾ എന്തായാലും ആ സൈസ് അല്ല ഈ സൈസ് എന്നുള്ള കാര്യം ഒരു മെസ്സേജ് ആയിട്ട് കാണിക്കും. കുഴപ്പമില്ല. അപ്പോൾ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ ആ ഒരു വീഡിയോ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ FX കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് കൂടുതലുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നിലേക്ക് നിങ്ങൾക്ക് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. ചില വാട്സപ്പ് HDയൊക്കെ കാണിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കാണാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ശരിക്കും ഈ വീഡിയോ ഇങ്ങനെയാണ് കിടക്കണേ അല്ലേ. ഞാൻ അതിൻ്റെ FX കൺട്രോൾസിൽ വന്നതിൻ്റെ സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഫിറ്റാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെക്കാം. ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പിക്സാവി അല്ലെങ്കിൽ പെക്സൽ പോലുള്ള സൈറ്റിൽ നല്ല സീനറി നല്ല വിഷ്വൽസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടിടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കി, ഇപ്പോൾ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, ജസ്റ്റ് എൻ്റെ മോളുടെ ഒരു വീഡിയോ ഇങ്ങനെ ഇതേപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സൈസിൽ തന്നെ, അതായത് ഇതേ റെസൊല്യൂഷനിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യണം. പക്ഷെ അധികം സൈസ് വരാനും പാടില്ല. സൈസ് വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ഇതേപോലെ കറണ്ട് പോയി. ഓക്കെ, കറണ്ടൊക്കെ വന്നപ്പോൾ ഒരു നേരമായി കേട്ടോ, ഇരുട്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യണം, ഇതേ സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യണം. പക്ഷേ നമുക്ക് അധികം ക്വാളിറ്റി ലോസ് ആവാനും പാടില്ല, എന്നാൽ അധികം സൈസും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചെയ്യണം അല്ലേ. അപ്പോൾ നോർമൽ ഞാനിപ്പോൾ ഒരു 15 സെക്കൻഡ് വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കുക.
വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് Ctrl+M പ്രസ് ചെയ്യുക. നോർമലി ഞാൻ ഇതിനു മുമ്പും സജസ്റ്റ് ചെയ്യാറുള്ളൊരു ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ H.264 ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹൈ ക്വാളിറ്റി കംപ്രസ്ഡ് ഫോർമാറ്റായിട്ട് കിട്ടും, MP4 കിട്ടും. അപ്പോൾ നമുക്ക് H.264 ആക്കിയ ശേഷം ഹൈ ബിറ്റ് റേറ്റ് ഒക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ ഇപ്പോൾ 18 MB സൈസ് ഉണ്ട്. നമുക്ക് 18 MB ഒന്നും വേണ്ട, വളരെ കുറച്ച് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ കുറച്ച് മാറ്റം, ഒന്നുമില്ല, എക്സ്പോർട്ട് വീഡിയോ ഓഡിയോ ഒക്കെ ഓൺ ആക്കിയിടുക. അപ്പം നിർബന്ധമായിട്ടും ഇതിൻ്റെ മാച്ച് സോഴ്സ്, അതായത് നമ്മൾ എത്രയാണോ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 640 1126 ആ ഒരു സൈസ് തന്നെ കിടന്നോട്ടെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് മാറി കിടക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ അൺടിക്ക് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കൂടുതൽ ഞാൻ ഫ്രെയിം റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്, ഒന്നും മാറ്റിയിട്ടില്ല. റെൻഡർ അറ്റ് മാക്സിമം ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല, എന്നാലും ചെറിയൊരു ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, തൊട്ട് താഴെ കാണുന്നത് ഈ ഒരു സെക്ഷനിൽ കാണുന്ന യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ 18 MB വേണ്ട. 18 MB എന്ന് പറഞ്ഞാൽ കുറച്ച് ലാർജ് സൈസാണ്. നമുക്ക് നോർമൽ ഇൻസ്റ്റാഗ്രാമിനൊക്കെ കേസിൽ കുറച്ച് ലാർജ് സൈസ് തന്നെയാണ്. അപ്പം നമുക്കിത് മാക്സിമം ഈ സൈസ് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റീൽസൊക്കെ ആയിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ നോക്കി ഈ ബിറ്റ് റേറ്റ് എൻകോഡിങ് ഈ VBR 1 പാസ് മാറ്റിയിട്ട് ജസ്റ്റ് 2 പാസ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ താഴെ വന്നിട്ട് ജസ്റ്റ് ഒരു 2, 3 എന്നുള്ള വാല്യൂ, വളരെ കുറഞ്ഞൊരു വാല്യൂ, വളരെ കുറവായിട്ടുള്ളൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ തന്നെ കണ്ട നമ്മുടെ അതിൻ്റെ എസ്റ്റിമേറ്റ് ഫയൽ സൈസ് 4 MB 5 MB ആ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ള 5 MB ആ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. ഇത്ര ചെയ്ത് ജസ്റ്റ് പാത്ത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പാത്ത് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത്, ഞാൻ മുമ്പ് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണോ, സേവ്, ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഏകദേശം അതിൻ്റെ സൈസ് വരുന്നത് 4 MB 4.21 MB മാത്രമേ ഉള്ളൂ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കുക. കണ്ടില്ലേ, ക്വാളിറ്റി ലോസ് ഇല്ല എന്ന് പറയുന്നില്ല, ലോസ് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻസ്റ്റാഗ്രാം റീലായിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം ഈ കംപ്രഷൻ, ഇനി ഒരു കംപ്രഷൻ എന്തായാലും അതിന് വരില്ല. അപ്പോൾ ഈ ക്വാളിറ്റി തന്നെ ഏകദേശം നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാഗ്രാം റീൽസിലും കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ചെറിയൊരു എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ? എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കൂടെ നിന്നു എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും മനസ്സിലായി. ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കിട്ടാം. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു.